പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടാം. കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മേൻ കുറച്ച് നാളുകളായി ആഴ്ചകളായി വന്നിരുന്ന റോമാലേഖനത്തിന്റെ സിസ്റ്റമുള്ള ആ ഇൻട്രൊഡക്ഷന്റെ ഭാഗമാണ് നാം ഇത്രയും ആഴ്ചകളായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ആമുഖം അഥവാ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ അതിന്റെ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 16-17 വാക്യങ്ങൾ അടുത്ത ആഴ്ച കൂടെ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഇൻട്രൊഡക്ഷൻ ഭാഗം തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് നാം കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചതായ ഒരു ഭാഗം, അപ്പോസ്തലനാകുന്ന പൗലോസ് റോമിൽ ചെന്ന് റോമിലുള്ള സഭയോട് സുവിശേഷം അറിയിക്കുന്നു എന്ന് പറഞ്ഞ വാക്ക്. നിങ്ങളുടെ നോട്ട്സുകൾ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ കിട്ടും. കാരണം പ്രിന്റിങ് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ നോട്ട്സുകൾ ഇന്ന് വിതരണം ചെയ്യാൻ കഴിയാഞ്ഞത്. പ്രിന്ററിന് ചെറിയ ഒരു തകർച്ച വന്നുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ഇത് ആഴ്ച തന്നെ നിങ്ങളുടെ വീടുകളിൽ അത് നോട്ട്സുകൾ എത്തുന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം സഭയോട് പറയുന്നു എന്നാണ് പറയുന്നത്. റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഈ കാര്യങ്ങൾ അനുബന്ധമായി നാം പഠിച്ചു. രക്ഷിക്കപ്പെടുക എന്നാൽ അതിന്റെ 3 തലങ്ങൾ അതിനകത്തുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അഥവാ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞ ആ ഒരു സബ്ജക്റ്റിന്, വിഷയത്തിന് 3 അർത്ഥങ്ങൾ ഉണ്ട്. 3 ഭാഗമായിട്ടാണ് അതിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നത്. ഒന്ന്, നീതീകരണം അഥവാ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് കാൽവരി കുരിശിന്റെ മീതെ യേശു ക്രിസ്തുവിന്റെ ബലിമരണത്താൽ നമുക്ക് ലഭിച്ചതായ നീതീകരണം. നാം നീതിയുള്ളവരല്ല, ശരിയുള്ളവരല്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവം നമ്മെ നീതീകരിച്ചു. അത് വിശ്വസിക്കുന്നവർക്ക് നീതി അവനെ ലഭിക്കുവാൻ ഇടയെത്തുന്ന നീതീകരണമാണ്. ആ നീതീകരണം എന്ന വിഷയം ഒരു പൂർണ്ണതയല്ല. ആത്മാവിന്റെ വീണ്ടെടുപ്പ് എന്നതിൽ പൂർത്തീകരിക്കപ്പെട്ടു. എന്നാൽ ആ നീതീകരണം കൊണ്ട് നിങ്ങൾ തികഞ്ഞുവെന്നോ നിത്യത പ്രാപിക്കുമെന്നോ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം അതിനുശേഷം നിങ്ങൾക്ക് ജീവിതമുണ്ട്. ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. യോർദാൻ അക്കരെ വാഗ്ദത്ത ദേശമാണ്. യോർദാൻ അക്കരെ എന്താണ്? വാഗ്ദത്ത ദേശമാണ്. എന്നാൽ വാഗ്ദത്ത ദേശത്ത് അവർ കീഴടക്കേണ്ട ചില ശത്രുക്കളുണ്ട്. വാസ്തവത്തിൽ അവർ ശത്രു കിടക്കുന്നത് എവിടെയാണ്? യഥാർത്ഥ ശത്രു എവിടെയുള്ളത്? വാഗ്ദത്ത ദേശത്തെ കനാനിലാണ്. അവിടേക്കല്ല ദൈവം കൊണ്ടുപോകുന്നത്. ദൈവം കൊണ്ടുപോകുന്ന വാഗ്ദത്ത ദേശമാകുന്ന കനാനിൽ ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കുക, അവിടെ ഒരു യുദ്ധമുണ്ട്. അവിടെ ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ എന്ത് ചെയ്യണം? നീക്കിക്കളയേണ്ടവയെ നീക്കിക്കളയാൻ നാം പഠിച്ചിരിക്കണം. അവിടെയാണ് പോരാട്ടം. യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആമേൻ പ്രൈസ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടൊരു പോരാട്ട ജീവിതമുണ്ട്. ആ പോരാട്ട ജീവിതത്തെ കുറിച്ചുള്ള പൗലോസിന്റെ ഒരു നിർവചനമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ ഞാൻ ദിനംപ്രതി മരിക്കുന്നു. ദിനംപ്രതി മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ വരുന്ന അപാകതകളെ പരിഹരിച്ച് ന്യായീകരിക്കാതെ യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ചെന്ന് സോറി കർത്താവേ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ജീവിക്കുവാൻ കഴിയേണ്ടതാണ് യഥാർത്ഥ വിജയകരമായ ജീവിതം. അപ്പോൾ കനാനിലാണ് യഥാർത്ഥ യുദ്ധം എടുക്കുന്നത്. അവിടെ 7 ജാതികളിലായി 32 രാജാക്കന്മാര് കിടപ്പുണ്ട്. അവരെ തകർക്കണം. അതുപോലെ രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ അഥവാ നീതീകരിക്കപ്പെട്ട ദൈവപൈതൽ തന്റെ മരണം വരെ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവ് വരെ ഇവിടെ പോരാട്ട ജീവിതത്തിലാണ്. ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പോരാട്ടം എന്ന് പറഞ്ഞാൽ ലോകവും കാട്ടുന്നതല്ല പോരാട്ടം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ട്, ഞെരുക്കം, ഭാരം, പലരുടെയും ധാരണ ഇതൊക്കെയാണ് പോരാട്ടം. അതൊന്നും പോരാട്ടമല്ല. ഇതെല്ലാം മനുഷ്യർക്കുള്ളതാണ്.
വിശ്വസിക്കാത്തവർക്കും ഇല്ല ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ട്. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് നാൽപ്പെട്ടവർക്ക് മാത്രമൊന്നല്ല രോഗം കറ്റും പ്രയാസമുള്ളത്. അത് പൊതുവായ ഒരു കാര്യമാണ്. അതല്ല പോരാട്ടം. പോരാട്ടം എന്ന് പറയുന്നത് നിന്റെ നിത്യജീവന് തടസ്സമായി നിന്റെ ജീവിതത്തിൽ വരുന്ന ജഡാഭിലാഷം, അതുപോലെ ജഡത്തിന്റെ ചിന്ത, ലോകത്തിന്റെ ചിന്ത, സംസാര ജീവിതം, ലോക ജീവിതത്തെ കുറിച്ചുള്ള ഭാരങ്ങൾ, വ്യതകൾ, ഇവ നിന്റെ നിത്യജീവന് തടസ്സമായി വരുന്നവയെ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ചാടി നീ അതിനെ ജയിക്കുന്നതാണ് വിശുദ്ധീകരണം. രക്ഷിക്കപ്പെട്ട ദൈവമായി നേരെ പ്രവേശിക്കുന്ന എവിടേക്കാ? വിശുദ്ധീകരണ ജീവിതത്തിലേക്കാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ജീവന്റെ പുതുക്കത്തിൽ നിങ്ങൾ നടക്കണം. സ്നാനത്തിന് ഉപദേശം പഠിപ്പിക്കുമ്പോൾ റോമാലേഖനം 6 നമ്മൾ പഠിക്കുന്നുണ്ട്, അവിടേക്ക് വരുന്നുണ്ട്. പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്തിനു വേണ്ടി സ്നാനപ്പെടണം? ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ജീവിതമാണ് ഏറ്റെടുക്കുന്നത്. ഉപദേശമൊക്കെ നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൊണ്ടുപോകുന്നു. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒന്ന്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വാക്കുകൾ മനുഷ്യനുള്ളിൽ പതിക്കണം. നീതീകരണം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള, അത് എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത ജീവൻ നിങ്ങളെ സ്വാധീനിക്കുന്ന പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലിനെയാണ് വിശുദ്ധീകരണം. അത് ദൈനംദിനം മരണം വരെ തുടരുന്നതാണ്. അവിടെ അങ്ങനെ ജീവിക്കുമ്പോൾ തേജസ്കരണം, യേശു ക്രിസ്തു ശരീര വീണ്ടെടുപ്പാനുള്ള പുത്രത്വം പ്രാപിച്ച് നാം നിത്യതയിലേക്ക് പാപ സാന്നിധ്യമില്ലാത്ത നാട്ടിൽ നാം എത്തിച്ചേരും. അവ നീതീകരണം പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് തുടരുന്ന ജീവിതത്തിന് വിശ്വാസിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? തേജസ്കരണം എന്നത് അനുഭവത്തിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടെന്ന് കൈയടിച്ച് പാടിയത് കൊണ്ടോ ഒന്നും നിത്യത പ്രാപിക്കുകയില്ല. അങ്ങനെ ആരും വ്യാമോഹിക്കരുത്. യേശു ക്രിസ്തുവായ നിന്റെ ദൈനംദിന ജീവിതത്തിലെ ബന്ധമാണ് നിന്റെ നിത്യത തീരുമാനിക്കുന്നത്. നിത്യതയെ കുറിച്ചുള്ള കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു ഇരുമ്പ് ഒരു കാന്തമിന്റെ കൈ വെച്ചിട്ട് ആ കാന്തം ഇവിടെ കുറച്ച് ചെറിയ ആണി വലിയ ആണികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ അകത്തേക്ക് അത് കൊണ്ടുവരുമ്പോൾ, ആ കാന്തം വരുമ്പോൾ അത് തൊട്ടടുത്തിരിക്കുമ്പോൾ എല്ലാത്തിനെയും ആകർഷിക്കും. എന്നാൽ ഞാൻ അതിൽ നിന്ന് പൊന്തിച്ചാൽ ചിലതെല്ലാം താഴെ വീഴും. ഏതാണ്? ആ കാന്തത്തിന് ആകർഷിക്കാൻ കഴിവുള്ളതിന്റെ അപ്പുറത്തുള്ളത് നീ വീണു പോകും. ഇന്ന് പകൽ ഒരു ഭയനിർദ്ദേശം തരിക, പലരുടെ ജീവിതത്തിൽ ആമേൻ യേശു ക്രിസ്തു ഇല്ല കേട്ടോ. പാട്ടും പ്രാർത്ഥനയും അല്ല യേശു ക്രിസ്തു. അത് വ്യക്തിപരമായ ഒരു റിലേഷൻഷിപ്പാണ്. ഒരപ്പനും മക്കളും തമ്മിലുള്ള ജീവിതമാണ് ഈ ക്രിസ്തീയ ജീവിതം. പലരുടെയും ധാരണ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് ഉപവസിക്കുന്നുണ്ട്, ഒക്കെ നല്ല കാര്യം, അത് വേണ്ടെന്നല്ല. അതിനോടുകൂടെ യേശു ക്രിസ്തുമായ ബന്ധം നിനക്ക് ആവശ്യമാണ്. ഇന്ന് പകൽ ആ വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യത പാപസാന്നിധ്യമില്ലാത്ത തേജസ്കരണം, അതാണ് നമ്മുടെ ടാർഗറ്റ്. അതിനു വേണ്ടിയാണ് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അതെല്ലാം ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഈ ക്രിസ്തു യേശുവിൽ ജനിച്ച വ്യക്തികൾ, അവർ സുവിശേഷം കേട്ട വ്യക്തികൾ, വിശ്വസിച്ച് സ്നാനപ്പെട്ടവർ ഇനി അവിടെ നിൽക്കരുത്. ഇനിയും അവർ നേരത്തെ പറഞ്ഞല്ലോ, സ്ഥിരീകരണം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ. അവരെ വിശ്വസിച്ച വിശ്വാസത്തെ കുറിച്ചുള്ള ഉറപ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നിശ്ചയമുണ്ടാകണം. അവരതിൽ പ്രാഗൽഭ്യമുള്ളവരായി ബോധ്യമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് വസ്തുത. അതിനുവേണ്ടി ഈ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതൽ വെളിപ്പെടേണ്ട 12 പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു വിശ്വാസിയിൽ വർദ്ധിച്ചു വരേണ്ടതും വെളിപ്പെടേണ്ടതുമായ 12 കാര്യങ്ങൾ വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. 1 കൊരിന്ത്യർ 3:16 ഒന്ന് വായിച്ച്. 1 കൊരിന്ത്യർ 3:16. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ വന്നില്ല. ഈ ബോധ്യം നമുക്ക് ഉണ്ടാവാറുണ്ടോ? പ്രാർത്ഥനാ യോഗത്തിൽ വരുമ്പോഴല്ലാതെ
ഇതെന്താണ് ഈ ശരീരം? ദൈവത്തിന്റെ മന്ദിരം. ഇത് ദൈവമന്ദിരമായിരിക്കുന്നത് എന്താണ്? എപ്പോഴാണ്? ദൈവം വസിക്കുമ്പോഴാണ് ദൈവമന്ദിരമായി അത് അറിയപ്പെടുള്ളൂ. അപ്പോൾ ഒരു വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു ദൈവ പൈതൽ എന്താണ്? ദൈവ മന്ദിരമാണെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. തമ്പിയുടെ ഹൃദയം എന്ന ട്രാക്ട് നിങ്ങൾ കാണാത്തവര് കാണില്ലല്ലോ. തമ്പിയുടെ ഹൃദയത്തിൽ ദൈവ സാന്നിധ്യം, ദൈവവചനം വരുമ്പോൾ അതിന്റെ മുഖത്തിന്റെ പ്രകാശം വ്യത്യസ്തമല്ലേ? അത് വെളിപ്പെടുന്ന വെളിച്ചം വ്യത്യസ്തമല്ലേ? ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചെല്ലുമ്പോൾ പലരെ അടുത്ത് കിട്ടുമെന്ന് പറഞ്ഞല്ലോ, കൂട്ടം കൂടുമ്പോൾ നാവ് ശ്രദ്ധിക്കണമെന്ന്. അവയെ കൂട്ടം കൂടുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നാവിനെ. ഒറ്റയ്ക്കിരിക്കുമ്പോഴോ ഹൃദയത്തെയും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഹൃദയത്തെയും അത് കയറൂരിയോടും പലയിടത്തേക്കോടും. ആമേ പ്രൈസ്. ആമേ കെട്ടിടാത്ത കാലെ പോലെ പലതും ചെല്ലും, പലതും തിന്നും, പലതും നശിപ്പിക്കും, വിലപ്പെട്ടത് പലതും അത് ചവിട്ടി പതിക്കും. അതിനത് വകതിരിവില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ വചനം അകത്തുണ്ടാകണം. ദാവീദ് എന്താ പറഞ്ഞത്? ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ ന്യായപ്രമാണത്തിന്റെ ഉള്ളിൽ. അപ്പൊ ഈ ഹൃദയത്തെ കൺട്രോൾ കയറിട്ട് പിടിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവവചനം അകത്ത് വേണം. ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചൊരു കഥ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് ആവർത്തിച്ചിട്ടുള്ള ഒരു കുട്ടിയെ അപ്പൻ കക്കാൻ കൊണ്ടുപോയത്. ഒരു മനുഷ്യൻ കള്ളന. അയാൾ ഒരു ദിവസം കക്കാൻ പോകുമ്പോൾ കൂട്ടിന് കക്കണ ആളെ സഹായം കിട്ടിയില്ല. തന്റെ മോനെ കൊണ്ടുപോയി. മറ്റുള്ളവരുടെ പച്ചക്കറി വാഴത്തോട്ടത്തിൽ കയറി വാഴ വെട്ടിക്കൊണ്ടിരിക്കുക, കൊല വെട്ടിക്കൊണ്ടിരിക്കുക. കെട്ടുമ്പോൾ ആ വെട്ടം വേണ്ടി അപ്പ വാഴത്തോട്ടത്തിൽ കിടക്കും മുമ്പേ മോനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ, പ്രൈസ് ദി ലോർഡ്, ആരെങ്കിലും വരുമ്പോൾ അച്ഛനൊരു സിഗ്നല് തന്ന് നീ ഓടിക്കോ. അച്ഛനെ കാത്തു നിൽക്കണ്ട. നീ എങ്ങനെയെങ്കിലും ആരും കൈപ്പെടാതെ എന്ത് ചെയ്യണം? നീ വീട്ടിൽ പോകണം. അച്ഛൻ ഏതെങ്കിലും വഴി കൂടെ വന്നോളാം, എനിക്ക് വിവരം വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. സ്തോത്രം. കുട്ടീനെ ഇവിടെ നിർത്തി. അച്ഛൻ അങ്ങോട്ട് ചെന്ന് വെട്ടോത്തേക്ക് എടുത്ത് ഡ്രസ്സൊക്കെ ശരിയാക്കിയിട്ട് വാഴക്കൊല കൊട്ടു പറഞ്ഞു. കുട്ടി പറഞ്ഞു, അച്ഛ ആൾക്കാർ കാണുന്നുണ്ടാണ്. അയാൾ വന്ന വാഴ കൂടി. കുട്ടി വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ചോദിച്ചു, മോനെ ആരാണ്ട വന്നേ കാണാൻ? ആരാ കണ്ടേ? നിന്നെ കണ്ടു? കൃത്യമായിട്ട് കണ്ടു? അപ്പം പറഞ്ഞു, കണ്ടു, ശരിക്കും കണ്ടു. അച്ഛനെ കണ്ടോടാ? അച്ഛനെയും കണ്ടു. ആരാ മോനെ? നമ്മുടെ നാട്ടുകാരെങ്കിലും നമ്മൾ അറിയുന്നവരാ? അതാ അച്ഛ, നമ്മുടെ നല്ലോണം അറിയുന്നവർ. ആരാ? ദൈവം. ദൈവം. കുട്ടി സൺഡേ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു വാക്യം അവന്റെ ഉള്ളിൽ കയറി. ദൈവം സകലതും കാണുന്നു. ഇരുട്ടിലുള്ളതെല്ലാം മറഞ്ഞു കിടക്കുന്നത് സകലതും വെളിപ്പെടുത്തി. സകലം മറഞ്ഞു കിടക്കുന്ന ദൈവിക മർമ്മം അവയിൽ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി ന്യായം വിധിക്കുന്ന ദിവസമുണ്ട്. ദൈവത്തിനെ കാണാതെ ഭൂമിയിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആ കുഞ്ഞുനാളിൽ അവന്റെ ഉള്ളിൽ കയറിയ ദൈവവചനം അച്ഛൻ കാക്കാൻ കൊണ്ടുപോയപ്പോൾ അവന് മനസ്സിലായി, ദൈവത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ ന്യായ പ്രമാണങ്ങൾ എന്റെ ഉള്ളിൽ സംഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, നിങ്ങൾ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ, നിങ്ങൾ ഫേസ്ബുക്ക് നോക്കുമ്പോൾ, അവൻ അതുപോലെ മറ്റുള്ള കൂട്ടുകാരുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ, നിങ്ങൾ സ്നേഹിക്കൽ വളർത്തു വരുമ്പോൾ ഉള്ളിൽ ബോധമുണ്ടോ? യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. എസ്കേൽ 8-ാം അധ്യായത്തിൽ പറയുന്ന, മനുഷ്യപുത്ര കാണുക, ഞാൻ എന്റെ മന്ദിരം വിട്ടുപോകേണ്ടതിന് അവർ അതിന്റെ അകത്ത് ചെയ്യുന്ന മ്ലേച്ഛതകളെ കാണുക. ദൈവത്തിന്റെ ശരീരം എന്ന നിന്റെ ദൈവിക മന്ദിരത്തിനകത്ത് ഹല്ലേലൂയ പാപ വാക്കുകളുടെ ഇമ്പങ്ങളിൽ പിന്നാലെ പോയിട്ട് വാക്ക് പെരുക്കി പാപം ഉണ്ടാക്കിയിട്ട് അവൻ വർത്തസംഭാഷണങ്ങളിൽ സമയം ചെലവഴിച്ചിട്ട് അകൃത്യവും പാപം വരുമ്പോൾ ഇന്ന് പകൽ നീ മനസ്സിലാക്കണം, നിന്റെ ഉള്ളിൽ നിന്ന്, ഈ മന്ദിരത്തിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ കാണുന്നത്, കേൾക്കുന്നത് എല്ലാം ഒന്ന് പരിശോധിക്കേണ്ടത് നല്ലതാ. എന്താണ് കണ്ണുകൾ കൊണ്ട് കാണുന്നത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. പണ്ട് നമുക്ക് ടെലിവിഷൻ ഇല്ലായിരുന്നു, നമുക്കത് വാങ്ങിക്കാനുള്ള പാങ്ങില്ലായിരുന്നു. അപ്പൊ നമ്മൾ കണ്ടിരുന്നില്ല.
എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇന്ന് നമ്മുടെ വീട്ടിൽ ടെലിവിഷൻ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, റിമോട്ട് മേൽ കൺട്രോൾ ഉണ്ടോ? ചില സമയം വരുമ്പോൾ എനിക്ക് പണ്ട് ഒരു രോഗം ഉണ്ടായിരുന്നു. രോഗമൊന്നുമല്ല, ഒരു ബാധ. 4 മണിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ വട്ടാവും. 4 മണിക്കൊരു ചായ കിട്ടണം, ഇല്ലെങ്കിൽ വട്ടളകും. തലവേദന വരുന്നത് ഒരു രോഗമില്ല, നമ്മുടെ തോന്നല. ആ സമയത്തുമ്പോൾ ഒരു തോന്നല്. അപ്പൊ ഭക്ഷണം ഇങ്ങനെയുള്ള ചിന്തകളാൽ നമ്മൾ ഭാരപ്പെട്ട് കൊടുക്കുക. എങ്ങനെ എന്താ ചെയ്യുക, ഏതാ ചെയ്യാൻ പറ്റുള്ളതായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം. ആമേൻ, ഹല്ലേലൂയ. 4 മണിക്കുള്ള ചിന്ത, ആമേൻ, ഭക്ഷണ കാര്യങ്ങൾ, ആമേൻ, നമ്മളെപ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ ചായ കിട്ടണമെന്നും ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിൽ പല വിഭ്രാന്തികൾ ഉണ്ടാകാറില്ലേ? അതുപോലെയാണ് ചിലർക്ക് ചില സമയമാകുമ്പോൾ ടിവിയുടെ അടുത്ത് ചെന്നിരിക്കാൻ ഒരു ഭ്രാന്ത്. ജയിച്ചോ കേട്ടോ, ഇതൊരു ദൈവിക ദൂത. നിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ നന്മകളെ കെടുത്തിക്കൊണ്ട്, നിന്റെ ആത്മിക ജീവിതത്തിന്റെ ദൈവ സമ്പർക്കത്തെ തകർത്തുകൊണ്ട് നീ ടിവിയുടെ മുമ്പിൽ കൂടുമ്പോൾ നഷ്ടപ്പെട്ടത് നിന്റെ ദൈവിക ജീവനാണ്. ടി വി കാണണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് ടി വി കാണണമെങ്കിൽ ടി വി കണ്ടോക്കി. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറഞ്ഞു, നീ കാണുന്നത് എന്തെന്ന് ചിന്തിക്കണം, കേൾക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കണം. നാവിന് പരിച്ഛേദന വേണം, ചെവിക്ക് പരിച്ഛേദന വേണം, കണ്ണിന് പരിച്ഛേദന വേണം. അകമാന പരിച്ഛേദന എന്ന് പറഞ്ഞ യഹൂദന്റെ പരിച്ഛേദന പാപേ ജഡത്തിന് പുറത്തുള്ളതാണെങ്കിൽ, വിശ്വാസിയുടെ പുതിയ നിയമ ഇസ്രായേലാകുന്ന നമ്മുടെ പരിച്ഛേദന അകത്താണ്. നാം ദൈവ മന്ദിരമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ വേണം ഈ ജീവിതം നയിക്കാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ടിവിക്ക് പണ്ടില്ലാത്തപ്പോ നമ്മൾ വിശുദ്ധ പശുവില്ലാത്ത തൊഴുത്ത് വൃത്തിയുള്ളതാ. പശുവില്ലാത്ത തൊഴുത്ത് വൃത്തിയുള്ളതാ. കാരണം അതിന് ചാണമില്ല, അതില് അഴുക്കില്ല, കാരണം അതിലൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ നമുക്ക് അവിശുദ്ധി പാലിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് പകൽ ടി വി ഉണ്ട്, കണ്ടോ, വേണ്ടെന്ന് ഞാൻ പറയില്ല. അതൊരു ലോകത്തിൽ ടി വി ഒരു ഉപാധിയാണ്. പക്ഷേ എന്നാൽ ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, നീ എന്ത് കാണുന്നു, നിന്റെ ആത്മീക ജീവിതത്തിന് പ്രയോജനകരമല്ലാത്ത ആ കാര്യങ്ങളിൽ ഒരു കാര്യം, വ്യർത്ഥ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാം. അതിനങ്ങനെ വ്യർത്ഥ കാര്യങ്ങൾ. ആമേൻ. പിശാചിന്റെ പ്രവൃത്തികൾക്ക് ഒരു വിശേഷണം ബൈബിൾ കൊടുക്കുന്നുണ്ട്. എന്താണ്? ഇരുട്ടെന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഒരു വാക്യമാണ്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് നിങ്ങൾ ചെയ്യരുത്, കൂട്ടാളികൾ ആകരുത്. നിഷ്ഫലം എന്ന് പറഞ്ഞാൽ എന്താ? ഫലമില്ലാത്തത്. മനസ്സിലായോ? ഒരു നന്മയും എനിക്ക് തരാത്തത്, ഒരു ഫലവും പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിയാത്തത്. പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടി നീ സമയം ചെലവഴിക്കുമ്പോൾ ഒരു ദിവസം വരുന്നത് എന്തിനാണ്? ദൈവം നിനക്ക് തന്ന സകലത്തിന്റെ മുമ്പിലും ദൈവം നിന്നെ ന്യായം വിധിക്കുമ്പോൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കളെ, നമുക്ക് വാട്സപ്പ് വേണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഫേസ്ബുക്ക് വേണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം എന്തിനാണ്? നമ്മുടെ ജഡത്തെ ഉയർത്താനാണോ? അല്ല. നമുക്ക് കിട്ടുമോ എന്തെങ്കിലും? നമ്മുടെ ആത്മീക ജീവിതത്തിൽ ആമേൻ പകർത്താൻ കഴിയുന്നത് എന്തെങ്കിലും ആമേൻ നമുക്കുണ്ടാകുമോ? നമുക്ക് ശ്രദ്ധിക്കണം. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ് മറക്കരുത്, ദൈവവചനമാണ് ടെക്സ്റ്റ്. ഇത് മറന്നു ജീവിതം നയിക്കാൻ കഴിയില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആമേൻ, ക്രിസ്തുവിന്റെ മന്ദിരമായി ഒന്നാമത് ആ ബോധ്യം നമ്മിൽ ഉറക്കണം. അപ്പോഴാ പലതും നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയുന്നത്. പല കാര്യങ്ങളും വിട്ടു നിൽക്കാൻ കഴിയുന്നത് എന്താണ്? ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്, എന്റെ കർത്താവ് എന്റെ അകത്ത് വസിക്കുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെ പാടുന്ന പാട്ടുണ്ട്, ഈ പാർത്തലത്തിൻ സൃഷ്ടികർത്താവ് എന്റെ ഉള്ളത്തിലുണ്ട്. യേശുവിന്റെ ഉള്ളത്തിലുണ്ടെന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. ആമേൻ. മറ്റേത് 6:19 ഉണ്ട്, കൊരിന്ത്യർ ലേഖനം തന്നെ, അതിപ്പോ വായിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ, ദൈവത്തെ ഉയർത്തെഴുന്നേറ്റതിനാ ദൈവത്തിന്റെ ഗൃഹമാണ് ഞാൻ, ദൈവത്തിന്റെ നിർമ്മാണമാണ് ഞാൻ എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ജീവിക്കണം. ഇത് റോമിലുള്ളവർ ഉറക്കണം, നമ്മൾ ഉറക്കണം. രണ്ടാമത്തേത് റോമർ 8:9 ഒന്ന് വായിച്ചു. റോമർ 8:9. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിക. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു
എങ്കിൽ പ്രൈസ് ദി ലോർഡ്. ആ വാക്കിന്റെ ക്ലോസ് ഒന്ന് മനസ്സിലായോ? നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് അഥവാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ആ കാര്യം ഉറപ്പാക്കണം. എന്ത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വസിക്കുന്നുവെങ്കിൽ, ഇനി നിങ്ങൾ ആരല്ല? സ്വഭാവമുള്ളവരല്ല. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരല്ല? നിങ്ങൾ ആരാണ്? അല്ല, നിങ്ങൾ ആരാണ്? നേരത്തെ വായിച്ചത് ദൈവമന്ദിരം. ആരല്ല? ജഡസ്വഭാവമുള്ളവരല്ല. അപ്പൊ ദൈവത്തിന്റെ യേശു കർത്താവ്, സൃഷ്ടികർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഇത് ദൈവമന്ദിരമാകുന്നു. ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ ആരല്ല? ജഡസ്വഭാവം അല്ല. എന്താ ജഡത്തിന്റെ സ്വഭാവം? ജഡത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ജഡത്തിന്റെ കയ്യും കാലിന്റെ അല്ല. ജഡം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു പവർ ഇതിന്റെ അകത്തുണ്ട്. അതിനെ ജഡം എന്ന് പറയുന്നത്. ഈർഷ്യ, വൈരാഗ്യം, ഭിന്നത, പിണക്കം, ദന്തപക്ഷം, ഒരുപാട് എന്ന് പ്രസംഗിക്കാറുണ്ട് അല്ലേ? അപ്പച്ചനെ ഓർക്കുന്നെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ഉടനെ നിങ്ങളുടെ ഉള്ളിൽ വധപ്പെടം വരുമായിരുന്നു. അപ്പച്ചൻ മനസ്സിലായോ? അപ്പച്ചൻ പറഞ്ഞ 19 വലിയൊരു വാക്ക് ആ ലിസ്റ്റ് ഇതിനകത്തുണ്ട്. ഇതെല്ലാം നമ്മുടെ അകത്ത് കെടുക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥനയുണ്ട്, നമുക്കെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ജഡസ്വഭാവം, ആ നമ്മുടെ ഉള്ളിലുള്ളതായ ഞാൻ തണ്ട് അതൊക്കെ ഒതുങ്ങണം. തണ്ട് വെച്ച പടകൊന്നും ഇതിലൂടെ പോവില്ല. തണ്ട് വെച്ച പടകൊന്നും ഈ നദിയിലൂടെ പോകില്ല. പണ്ട് ഒരു ശില്പി കാലൻ, അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിലൊരു കഥയാണ്. കാലൻ പോത്തുമ്പുറത്ത് വന്നുത്രേ, കൂടെ മൂപ്പര കണക്കുപുള്ളിയുണ്ട് ചിത്രഗുപ്തൻ. നോക്കി വരുന്ന സമയത്ത് ഒരാളെ കൊണ്ടുപോകാൻ വന്നതാ, മരിച്ചിട്ട് പോകാൻ വന്നതാ. വന്ന് നോക്കുമ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇയാളുടെ സമയമായെന്ന്. ഒരു വലിയ ആർട്ടിസ്റ്റ്, വലിയ എന്താ പറയാ, പ്രതിമയ്ക്കുണ്ടാക്കുന്ന പേര് എന്താ പറയാ, ശില്പിയ. ഈ ശില്പിക്ക് ഇത് മനസ്സിലായപ്പോ അദ്ദേഹം ചെയ്തു, തന്നെ പോലെയുള്ള ഒരു 5 ശില്പങ്ങൾ വേറെ ഉണ്ടാക്കി. എന്നിട്ട് അങ്ങോട്ട് അതിന്റെ ഇടയിൽ കിടന്ന് 6 എണ്ണം ഒരുമിച്ച് കിടക്കുക. ഇങ്ങോട്ട് കാലം വന്ന് കയറൊക്കെ ആയിട്ട് പിടിച്ച് നോക്കണം. നേരത്തെ പുറത്തുനിന്നൊക്കെ മുമ്പിൽ ലാൻഡ് ചെയ്ത് ഇറക്കി നോക്കുമ്പോൾ ഇതിൽ ഏതാ ശരിയായ മനുഷ്യന് മനസ്സിലാക്കാനില്ലാത്ത കഥയും ഭാവനയാണ്. ഒരു വസ്തുത വെളിപ്പെടുത്താനുള്ള കഥ. അല്ലാണ്ട് ഏതൊരു പോത്തുകൊടുത്തൊന്നും ആരും പറ്റില്ല. ജീവനും മരണമൊക്കെ ദൈവത്തിന്റെ കർത്താവിന്റെ കയ്യിലിരിക്കേണ്ട കാര്യം. ഈ കഥയിൽ നിന്നുള്ളൊരു നല്ലൊരു അംശം തിരഞ്ഞെടുക്കാനാണ്. അപ്പൊ നോക്കുമ്പോ 6 എണ്ണം വരെ പല നേരത്തെ എടുക്കുന്നു. ഇതിന്റെ അകത്ത് ഏതിനെ കൊണ്ടുപോകും? അപ്പോഴ് ഇയാളെ കണക്കപ്പുഴ പറഞ്ഞതില് ആമേൻ, താങ്കൾ മേടിക്കണ്ട, ഞാൻ തെരഞ്ഞെടുത്ത് തരാം. അപ്പൊ അദ്ദേഹം ചോദിച്ചു എങ്ങനെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എത്ര ശ്രമിച്ചാലും ശില്പവും ശില്പിയും തമ്മിൽ എന്തെങ്കിലും ഒരു കുറവാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ശില്പവും ശില്പിയും തമ്മിൽ എന്തെങ്കിലും ഒരു കുറവ് കാണും. പൂർണ്ണത വരില്ല ഒരിക്കലും. ശില്പിയും ശില്പവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് പറഞ്ഞപ്പോ ശില്പിക്ക് ചൊറിഞ്ഞു. കാരണം ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, പൂർണ്ണതയായിട്ടാണ് ഉണ്ടാക്കി വെച്ചത്. അപ്പൊ ഇയാള് പറയുന്നത് ശില്പി ശില്പം തമ്മില് വ്യത്യാസം വന്ന് ഉടനെ മൂപ്പരന്റെ തെറ്റു ചോദിച്ചു, ഒന്ന് കാണിച്ചു തരാം. അപ്പൊ വലിയ തുടങ്ങി. മനസ്സിലായോ? വല്ലതും ഈ 5 ശില്പത്തിനോടുകൂടെ കിടക്കുന്നവനോട് അവൻ ശില്പവും ശില്പിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് തന്റെ അഹങ്കാരം, തന്റെ ആത്മവിശ്വാസം ഉണർന്നു. അപ്പൊ അവൻ പറയാണ്, ഈ ആളോട് പറഞ്ഞ ആളോട് പറയാണ്, ഏതാണെന്ന് കാണിച്ചു തന്നെ. നീ കാണിച്ചോണ്ടല്ല ആവശ്യമുണ്ടാവും. അപ്പൊ അയാൾ പറഞ്ഞത് എന്താ പിടിച്ചോ, ഇതന്നെയാണ് ശില്പി. കാരണം ഇതിന് മാത്രമേ ജീവനുള്ളൂ. പലപ്പോഴും നമ്മുടെ അഹങ്കാരം നമ്മുടെ ബന്ധങ്ങൾ തകർക്കുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ. മറ്റുള്ളവർ, ഞാൻ പറയട്ടെ, മറ്റുള്ളവർ നിന്നോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തു, അവര് നിങ്ങളെ ഉപദ്രവിച്ചു, ഇല്ല, എന്നിട്ട് എന്തിനാ വെറുത്തത്? നിങ്ങളുടെ അകത്ത് അഹങ്കാരം, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്തത്, താഴ്മ ധരിക്കാൻ പറ്റാത്തത്, സൗമ്യത കാണിക്കാൻ പറ്റാത്തത്, ദൈവ കാണിക്കാൻ പറ്റാത്തത്, പരോപകാരം നമ്മിൽ വരാത്തത്. അപ്പൊ നമ്മുടെ അകത്ത് നമ്മൾ ആരാണ്? നമ്മളെ നാണപ്പുറത്ത് കയറുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽ മനസ്സിലാക്കുക, അതുകൊണ്ട് നമുക്ക് സൗമ്യത വരുന്നില്ല, എളിയവരെ ആദരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ചിലരോട് വെറുപ്പ്, ചിലരോട് സ്നേഹം, ഇങ്ങനെയൊക്കെ നമ്മൾ മാറ്റം വയ്ക്കുന്നു. അങ്ങനെ ചില രൂപങ്ങൾ, ഗ്രൂപ്പുകൾ നമുക്കുള്ളിൽ രൂപപ്പെടുന്നു. ഇന്ന് പകൽ മനസ്സിലാക്കുക,
ദൈവത്തിന്റെ ആത്മാവ് അകത്ത് വസിച്ചാൽ ആമേൻ പ്രൈസ് ലോർഡ് നമുക്ക് പിന്നെ ജഡ സ്വഭാവം ഇല്ല. നമ്മൾ ഇത്രയും പേരുണ്ട്, ഇത്രയും പേര് വ്യത്യസ്ത മാതാപിതാക്കന്മാരുടെ മക്കളാണ്, അല്ലേ? വ്യത്യസ്ത മാതാപിതാക്കളുടെ മക്കളാണ്. നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട്, നമ്മുടെ ജീവിത വീക്ഷണത്തിന് വ്യത്യാസമുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസത്തിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരു വിഷയത്തിന്മേൽ നമുക്ക് ഒന്നായി ചിന്തിക്കാൻ കഴിയുമോ? ഒറ്റ ചിന്തയോടെ വരാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ എടുക്കുന്ന ഏതു തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ സംസ്കാരവും സാഹചര്യവും ചുറ്റുപാടും നമ്മെ സ്വാധീനിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന 20 പേരുണ്ടെങ്കിൽ 25 അഭിപ്രായങ്ങൾ കാണും. എന്നിട്ട് ഒരഭിപ്രായത്തിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? എങ്ങനെ വരാൻ കഴിയുക? നാം നമ്മുടെ സ്വയത്തെ മാറ്റിവെച്ച്, നമ്മുടെ ജഡത്തെ മാറ്റിവെച്ച് ദൈവാത്മാവിൽ ചിന്തിക്കുമ്പോൾ എന്നിലും നിങ്ങളിലും സകലരിലും വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒന്നല്ലേ? ആ പരിശുദ്ധാത്മാവിന്റെ ചിന്ത ഒന്നാണെങ്കിൽ നമ്മൾ വ്യത്യസ്തരാകുന്ന നമ്മുടെ ചിന്തകൾ ഉണ്ടാവില്ലേ? അല്ലേ? അങ്ങനെയല്ലേ വരുന്നേ? അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു വിഷയത്തെ കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള, വ്യത്യസ്ത സംസ്കാരത്തോടെ വീക്ഷണത്തോടെ കണ്ട നാം എല്ലാവരും ഒരൊറ്റ പോയിന്റിലേക്ക് ഒരു മനസ്സോടെ എത്തുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ജഡം നമ്മിൽ അകന്നു മാറി നാം ആത്മാവിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ആത്മാവിന്റെ ചിന്തയിൽ നിന്ന് ദൈവത്തിന്റെ ദൈവമക്കളെ കർത്താവ് അറിയുന്നു. അപ്പൊ നമ്മളെല്ലാവരും ആ പരിശുദ്ധാത്മാവിന്റെ ആ ബന്ധത്തിൽ, ആ വലിയ ആഴമേറിയ ആ ബന്ധത്തിൽ നാം ഒന്നായി ചേരുമ്പോൾ പലരായ നാം ഒന്നായി മാറുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരല്ല? വായിച്ചെടുത്തത് ആത്മസ്വഭാവമുള്ളവർ അത്ര നമ്മൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ ഒരു തോന്നലുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ആത്മസ്വഭാവമുള്ളവരാണെന്ന്, ആത്മാവ് നമ്മെ നയിക്കുന്നു എന്ന് ആ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ നമ്മളെല്ലാവരും കണ്ടെത്തിയൊരു വാക്കുണ്ട്. അവനെ കൈക്കൊണ്ടവനെ നാമത്തിൽ വിശ്വസിക്കുന്ന അവർക്ക് ദൈവമക്കളായി തീരുവാൻ ദൈവം അവകാശം കൊടുത്തു. നമ്മൾ അങ്ങനെ ദൈവമക്കളായി തീർന്നു. നമ്മൾ ഭയങ്കര ഉറപ്പില്ല നിശ്ചയത്തിലൊക്കെ നിൽക്കണം. എന്നാൽ ആരാണ് ദൈവമക്കളായി എപ്പോഴാണ് തീരുന്നത്? ഇത് അധികാരം തന്നു. ഇപ്പൊ പ്രൈസ് ദി ലോർഡ് ഉണ്ണിമോനെ അമ്മ ലോകയിലുള്ള അമ്മ ആശുപത്രിയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിടപ്പുണ്ട്. എന്തിനുണ്ട്? ഉണ്ണിമോന് പറയാം ഞാൻ ഖത്തറിലെ ജോലിക്കാരനാന്ന്, അഹമ്മദ് ആശുപത്രിയിലെ ജോലിക്കാരനെന്ന് പറയാൻ പറ്റുമോ? അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉണ്ട് കയ്യില്. ദൈവകൃപയാല് ഞാൻ പറയാന്ന് വിചാരിച്ച അവന് ഫ്ലൈറ്റ് ടിക്കറ്റും വന്നിട്ടുണ്ട്. കാശൊന്നും കൊടുക്കണ്ട, കൊച്ചിയിൽ പോയാൽ മതി, അവർ കൊണ്ടുപോകും, അവരെല്ലാ കാര്യം ചെയ്തോളും. അതുകൊണ്ട് ഇതെല്ലാം കയ്യിൽ കിടന്നത് കൊണ്ട് അവൻ അവിടുത്തെ സ്റ്റാഫായി തീരുമോ? എപ്പോഴാകുന്നത്? അവൻ അവിടെ ചെന്ന് അവരുടെ പുസ്തകത്തിൽ രജിസ്റ്ററിൽ എന്ന് സൈൻ ചെയ്ത് അവരുടെ ഔദ്യോഗിക സ്വീകാര്യത ലഭിക്കുന്നുവോ അപ്പോഴല്ലേ ജോലിക്കാരനാകുമോ, അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയുണ്ടാവുമോ? ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 1:12 പറഞ്ഞത് അവനെ കൈക്കൊണ്ട് അവന്റെ വിശ്വസിക്കുന്ന അവർക്ക് ദൈവമക്കളെ തീരുവാൻ അധികാരം ലഭിച്ചു. അധികാരം ഉണ്ടെന്നേ. എപ്പോഴാണ് പ്രാക്ടിക്കലാകുന്നത്? പ്രായോഗികതയിലേക്ക് വരുന്നത് എപ്പോഴാ? 8:12 വായിച്ച് റോമ. സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിലല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. അടുത്തത് ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ നിങ്ങൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. റോമാലേഖനത്തിൽ തന്നെ പറയുന്നു, ആത്മാവ് നടത്തുന്നവരത്രേ ദൈവത്തിന്റെ മക്കൾ. എപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധ വികാരങ്ങൾ കൊണ്ട് മുന്നിൽ വരുന്ന വിഷയങ്ങൾ കൊണ്ട് വൈകാരിക ബന്ധങ്ങൾ, ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുവെങ്കിൽ, നിയന്ത്രിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരല്ല? ആത്മീയന്മാർ അല്ല. നമ്മൾ ആത്മീയന്മാരല്ല. അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് ആത്മനിയന്ത്രണത്തിൽ ജീവിക്കുമ്പോൾ ദൈവമക്കളെ
പലരും ധരിച്ചിരിക്കുന്ന ഒരു ഞായറാഴ്ചത്തെ ഒരു ആരാധന വന്നാൽ നമ്മൾ യഥാർത്ഥ നല്ല ക്രിസ്ത്യാനികളായെന്ന ഇല്ല കേട്ടോ. ഇത് ദിവസത്തിൽ ഉത്തരവാദിത്ത ഈ ക്രൂശ് ചുമന്നുകൊണ്ട് നാൾത്തോറും ഞായറാഴ്ച വരുമ്പോഴോ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴോ അല്ല, നാൾത്തോറും നാൾത്തോറും നമ്മൾ എന്ത് ചെയ്യണം? ക്രൂശ് ചുമന്ന് നടക്കണം. ഞാൻ വേഗം പോകട്ടെ. ആമേ. മൂന്നാമത്തത് രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ ഉണ്ടാകേണ്ട ആത്മിക വളർച്ച എന്തെന്ന് ആമേ നമ്മൾ വായിക്കുന്നു. 8:2 റോമർ 8:2 ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും സ്വാതന്ത്ര്യം തരുന്നു. എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. പഴയ നിയമത്തിലെ ആമേ വിശുദ്ധന്മാർക്ക് ഒരു പ്രമാണമുണ്ട്. അത് അനുഷ്ഠിക്കാൻ അവർ കഴിയാത്തത് കൊണ്ട് അവർ ശാപഗ്രസ്തരായിരുന്നു. അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത ന്യായപ്രമാണത്തെ ജീവിതം കൊണ്ട് തെളിയിക്കുവാനത്രേ യേശു ക്രൂശിൽ മരിച്ചുകൊണ്ട് ന്യായപ്രമാണത്തെ നിവർത്തിച്ചത്. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കുന്ന ന്യായപ്രമാണത്തെ മാറ്റുകയല്ല യേശുവിന്റെ മരണം ചെയ്തത്. പകരം എന്തായിരുന്നു? യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ മനുഷ്യൻ ഇതുവരെയും പൂർത്തീകരിക്കാൻ കഴിയാത്ത ന്യായപ്രമാണത്തെ തന്റെ ജീവിതം കൊണ്ട് നിവർത്തിച്ചു. എന്നിട്ട് കർത്താവ് ഒരു പുതിയ പ്രമാണം നമുക്ക് തന്നു. അതിന്റെ പ്രമാണത്തിന്റെ പേരാണ് ജീവന്റെ പ്രമാണം. 7:14 വായിച്ച്. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന്റെ ദാസനായി വിൽക്കപ്പെട്ടവൻ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഇച്ഛിക്കുന്നതിനെയല്ല ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ ദൈവപുത്രൻ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട ദൈവവചനത്തിലെ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ദൈവം നമ്മെ ദത്തെടുത്ത് അവൻ ജീവന്റെ പ്രമാണത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കാൻ ആ ജീവന്റെ പ്രമാണത്തിന് വിധേയമായി ദൈനംദിന ജീവിതത്തിൽ വിജയകരമായ ഒരു ജീവിതം ഓരോ ദൈവവചനത്തിലും ചെയ്തിരിക്കണം. സമയമില്ലാത്തതുകൊണ്ട് ബാക്കി വിശദീകരിക്കുന്നില്ല. അടുത്ത ഞായറാഴ്ച നിങ്ങൾക്ക് നോട്ട് കിട്ടുമ്പോൾ അത് ബാക്കിയുള്ള റെഫറൻസുകളെല്ലാം നിങ്ങൾ പഠിക്കണം. ഇനി റോമർ 12:2 ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും വചനം പറയുന്നു. നിന്റെ അകത്ത് മാനസാന്തരം വന്നെങ്കിൽ, നിന്റെ അകത്ത് യഥാർത്ഥ വ്യത്യാസം വന്നെങ്കിൽ, നീ ഒരു രക്ഷിക്കപ്പെട്ട പൈതലെന്ന് കൺവെൻഷന് കൈ പൊന്തിച്ചത് ഉപവാസപ്രാർത്ഥനയിൽ തെക്കും ബഹളത്തിലും പറഞ്ഞുമല്ല. നിന്റെ അകത്ത് വചനം രൂപാന്തരക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ, വചനം നിന്റെ അകത്ത് പ്ലാന്റ് എന്താ പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ അകത്ത് കിടക്കുന്ന വചനത്തിന്റെ പ്രമാണം നിന്റെ പുറത്തെ ശരീരത്തിൽ വെളിപ്പെടും. മനസ്സിലായോ? നിന്റെ ശരീരത്തിന്റെ അകത്ത് കിടക്കുന്ന വചനം നിന്റെ ഡ്രസ്സിനെ സ്വാധീനിക്കും, തലമുടിയെ സ്വാധീനിക്കും, ഈ ഫാഷന് മുടിവെട്ടിനെ സ്വാധീനിക്കും, നിന്റെ ഡ്രസ്സിനെ ബാധിക്കും, നടപ്പിനെ, എല്ലാറ്റിനെയും ബാധിക്കും. മുഴു ജീവിതത്തിലും മാറ്റം വരുത്തുന്ന അകത്തുള്ള ദൈവവചനം നിന്റെ പുറമേയുള്ള മനുഷ്യനെ സ്വാധീനിക്കണം. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ? വന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ദേഷ്യം ഇഷ്ടപ്പെടുന്ന പ്രസംഗിക്കാനല്ല ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ക്ഷമിക്കുക, പറയാതിരിക്കാൻ ദൈവാത്മാവ് വ്യക്തമായി എനിക്ക് നിർദ്ദേശങ്ങളോട് പറയുകയാണ്. നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ വചനം പാടുന്നുവെങ്കിൽ, ആ വചനം നിന്റെ ജീവിതത്തിൽ അവയെ സ്വാധീനിക്കുന്നുവെങ്കിൽ, നമ്മൾ അതെന്ത് ചെയ്യും? പുറത്തെ മനുഷ്യന് വെളിപ്പെടും. ആ മനുഷ്യൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ലോകത്തിന് ഫാഷനോട് അനുരൂപപ്പെടുകയല്ല, യേശു കർത്താവിനോട് അനുരൂപപ്പെടുകയാണ്. ആ ചിന്ത വന്നാൽ നമ്മുടെ അധ്വാനം എന്താണ്? ആ ദൈവസ്വഭാവം യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട്
അനുരൂപപ്പെടുവാൻ എനിക്ക് എന്ത് ചെയ്യും? എങ്ങനെ മാനത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഇന്ന് പകൽ ദൈവത്തിന് മക്കളെ മനസ്സിലാക്കുക, ദൈവത്തോടുള്ളതായ ആഭിമുഖ്യം വെള്ളമില്ലാത്ത ഭൂമി മഴക്കായി കാക്ഷിക്കുന്നത് പോലെ നിന്റെ അകത്ത് വന്നതായ ദൈവിക നിന്റെ മുഴു ജീവിതത്തെയും മനസ്സിലായോ? ഹലേ, ലോകത്തിന്റെ പിന്നാലെ ഓടരുത്. ലോകം ചതിക്കും, ലോകം ചതിക്കും. അവയെ ചതിക്കുന്ന ലോകം. ഹല്ലേലൂയ. ഒരു പഴയ പാട്ടുണ്ട്, പരസ്യത്തിന് പറഞ്ഞതാ, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ചതിക്കുന്ന ലോകം, ചതിക്കുന്ന ലോകം, ചതിക്കുന്ന ലോകമിതേ മനമേ, രമിക്കാരുതിൽ നീ, രസിക്കാരുതിൽ നീ, ചതിക്കുന്ന ലോകമിതേ. വചനം എങ്ങനെയാ പറയുന്നത്? ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ പരിശോധന പോകുമ്പോ അപ്പച്ചന്മാരൊക്കെ ഇരുന്ന് പാട്ട് പാടുമ്പോൾ ഞങ്ങൾ കൂടെ പോലെ അർത്ഥമൊന്നും അറിഞ്ഞിരുന്നില്ല. എങ്കിലും പിന്നീട് മുതിർന്നപ്പോ കാര്യങ്ങൾ മനസ്സിലായി. ഇത് ചതിക്കുന്ന ലോകമാണ്. ഇതിൽ നീ രസിക്കല്ലേ, ഇതിൽ നീ മതിക്കല്ലേ, ഇത് നിന്നെ നാളെ ചതിക്കും. ലോകത്തിൽ ഹല്ലേലൂയ പ്രസിദ്ധനാകുന്ന മനുഷ്യൻ വോൾട്ടേർ ആണെന്നാണ് എന്റെ ഓർമ്മ. നിരീശ്വരവാദിയാണ്, ഭയങ്കര താത്വിക ചിന്തകനാണ്. ദൈവമില്ലായിരുന്നു, ദൈവമില്ലെന്ന് പറഞ്ഞു. മരണക്കിടക്കയിൽ വെച്ചപ്പോൾ മരിക്കുമ്പോ മരിക്കാറായി സമയം വന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് മരിക്കണ്ടെന്ന്, എനിക്ക് ഇഷ്ടമല്ല മരണം, എനിക്ക് മരിക്കണ്ട. എനിക്ക് മരിക്കണ്ട. അയ്യോ നിലവിളി, അയ്യോ എന്ന് പറഞ്ഞ നിലവിളി, എനിക്ക് മരിക്കണ്ട, ആരെങ്കിലും രക്ഷപ്പെടുത്തണം. എന്നാൽ അദ്ദേഹത്തിനെ കാണാൻ വില്യബൂത്ത് എന്ന് പറഞ്ഞൊരു ദൈവദാസൻ വന്നു. അദ്ദേഹത്തിന് അദ്ദേഹം വചനം ആര് പറയൽ കേട്ടില്ല. ഒരിക്കൽ ഈ മനുഷ്യൻ വോട്ടിൽ മരിക്കുന്നതിന് മുമ്പ് വില്യം ബൂത്ത് മരിച്ചു ലോകത്ത് നിന്ന്. വില്യം ബൂത്ത് മരിക്കാതെ കിടക്കുന്നു, ആരെയും സന്ദർശകരില്ല, ഒറ്റയ്ക്ക് ഐസൊലേറ്റഡ് ആയ ഒരു റൂമിൽ കിടക്കുകയാണ്. തന്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് പോലും പ്രവേശനമില്ല. ആ സമയത്ത് വോൾട്ടേർ തന്നെ കാണാൻ വന്നു, രോഗക്കിടക്കയിൽ കാണാൻ വന്നു. മരണ ആ സമയം കിടക്കുമ്പോൾ അദ്ദേഹം കാവൽക്കാരൻ പറഞ്ഞു, ഇവിടേക്ക് പ്രവേശനമില്ല, നോ എൻട്രൻസ്, ആരെയും കിടത്തി വിടരുതെന്നാണ് പ്രമാണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്താണ്, മരണത്തിന് മുമ്പ് ദൈവനോടൊന്ന് കണ്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹം പറഞ്ഞു, സാധ്യമല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്ലിപ്പ് തരാം. ഈ സ്ലിപ്പ് അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്ത് അയാൾ വിളിച്ചെങ്കിൽ മാത്രമേ വിട്ടാൽ മതി. ആ കാവൽക്കാരൻ സ്ലിപ്പ് ആരാണെന്ന് പേര് എഴുതി വാങ്ങിച്ചു, അവിടെ കൊണ്ടുപോയി കൊടുത്തു. ബൂത്ത് പറഞ്ഞു, വേഗം വരാൻ പറയാം. വോൾട്ടേർ വില്യം ബൂത്തിനെ കാണാൻ ചെന്നു. ചെന്നപ്പോ ചോദിച്ചു, നീ ഭാര്യയും മക്കളെ പോലും കാണാതെ എന്നെ കാണാൻ എന്നെ നീ താല്പര്യപ്പെട്ടു? അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചാൽ അവരെ കണ്ടില്ലേലൂ, ഞാൻ അവരെ ഒരു ദിവസം കാണും. എന്റെ ഭാര്യയെ ഞാൻ കാണും, മക്കളെയും ഞാൻ കാണും, പക്ഷെ നിന്നെ ഞാൻ കാണുന്നില്ല. ഇവിടെ വെച്ച് നമ്മൾ പിരിയുക. ഈ വചനമൊക്കെ ഇയാളെ ഉള്ളി കിടക്കുക, വോൾട്ടറിന്റെ ഉള്ളി കിടക്കുക. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മരിക്കണ്ടെന്ന്, എനിക്ക് കുറച്ചുകൂടെ ജീവിക്കണമെന്ന്. കിട്ടുമോ? ഇന്ന് പകൽ മനസ്സിലാക്കുക, സമയം കഴിഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവത്തിന്റെ വചനം അകത്ത് കയറുമ്പോൾ, അതിനെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് പ്രകാശപ്രദമായിട്ട് ദൈവമക്കളെ, നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾ നമ്മളെ സൗന്ദര്യമുള്ളവരാക്കുന്നു എന്ന് നാം ധരിക്കുന്നു. തെറ്റ്. നമ്മൾ മുഖത്ത് പുരട്ടുന്നതായ ക്രീമുകളും അല്ലെങ്കിൽ അതേപോലെ കോസ്മെറ്റിക്സ് ഒക്കെ നമ്മളെ സൗന്ദര്യമുള്ളവരും മണമുള്ളവരാക്കുന്നു. ഇല്ല. ഇന്ന് പല ദൈവമക്കൾ മനസ്സിലാക്കുക, ദൈവത്തിനെ അലങ്കരിക്കുമ്പോൾ വചനം പറയുന്നു, ആ വായിലെ താമര നോക്കുക, പുഷ്പം നോക്കുക, ശലോമോൻ തന്റെ സർവപ്രതാപത്തിൽ അലങ്കരിച്ചിട്ട് പോലും ഇതിനോട് അടുത്ത് വന്നില്ല. ദൈവമക്കളെ, ദൈവകൃപ എന്നൊരു സൗന്ദര്യമുണ്ട്. നിന്റെ അകത്ത് വാഴുന്ന ദൈവാത്മാവിന്റെ ഒരു സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് നാളെ വർഷങ്ങൾക്ക് ഊരി കളഞ്ഞിട്ട് നടക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പക്ഷെ നാം എന്തെല്ലാം ധരിക്കുമ്പോഴും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ അകത്ത് ഒരു സൗന്ദര്യം വ്യാപരിക്കാൻ. ഞാന് ഒരു കല്യാണത്തിലേക്ക് പോയി. ആ കല്യാണത്തിന് ചെന്നപ്പോൾ ഇവിടെ ആ ബസ് സ്റ്റോപ്പിന്റെ അപ്പുറത്തുള്ള ആ കുടുംബത്തിലെ മെമ്പർച്ചാണ് വന്നിട്ടുണ്ട്.
അവർ വീടും അവർ ബിസിനസ് ചെയ്യുന്ന കാര്യം ഭയങ്കര സമ്പന്ന കുടുംബത്തിലാണ്. ആ പെൺകുട്ടി കഴുത്തിൽ ഒരു ചെറിയ മാല, താലിമാല, കയ്യുമ്മ 2 വള, ഇത്രയൊക്കെ ഉള്ളൂ, ഒരു നല്ല ഡ്രസ്. അവിടെ തന്നെ വേറെ ചില കൂട്ടിൽ വന്നിട്ടുണ്ട്. ശ്വാസം കിട്ടുമെന്ന് എനിക്ക് പേടിയാണ്. മാലി വളി സകലത്തിട്ട് ചങ്കൊക്കെ എന്താ പറയുക, ഇവിടെ ഇങ്ങനെ കുഞ്ഞി നടക്കണം ഇട്ടിട്ട്. ഇതൊന്നും അവരുടെയല്ല, നാട്ടുകാരുടെ വീട്ടിൽ. കല്യാണം കഴിഞ്ഞാൽ ചെല്ലുമ്പോഴേക്കും എന്റെ കൊണ്ടുവന്നില്ലല്ലോ എന്ന് ചോദിക്കാം അപ്പുറത്തെ വീട്ടുകാർ. അലങ്കരിക്കാനുള്ള മോശം. ഇന്ന് പകൽ മനസ്സിലാക്കുക, നമ്മുടെ അകത്ത് വചനം വരുമ്പോഴേ നമുക്കൊരു സൗന്ദര്യം വരാറുണ്ട്. നമ്മുടെ മുഖം കാണുന്നത് ആളുകൾക്ക് കൊതിയാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അവൻ നിങ്ങളെ കാത്ത ആൾക്കാർ കാത്തിരിക്കും. അവൻ നിന്റെ മുഖം ഒന്ന് കാണാൻ, നീ ഒന്ന് കടന്നു വരാൻ അവർ കൊതിച്ചുകൊണ്ടിരിക്കും. ഇന്ന് പകൽ ദൈവമക്കൾക്ക് മനസ്സിലായോ, നമ്മുടെ അകത്ത് ദൈവകൃപയുണ്ടെങ്കിൽ അത് പുറത്ത് വെളിപ്പെടട്ടെ. അവൻ നമ്മളിങ്ങനെ മസിൽ പിടിച്ച് നടന്നിട്ട് ആർക്കറിയില്ല. നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് ആൾക്കാർക്ക് അയ്യേ എന്നല്ല പറയോ. പകരം അകത്തുള്ള ദൈവത്തിന്റെ വചനം നമ്മെ അലങ്കരിക്കട്ടെ. അകത്തുള്ള ദൈവത്തിന്റെ വചനം നമ്മളെ ശോഭിപ്പിക്കട്ടെ. അത് നമ്മുടെ ത്വക്കിനെ പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കിയിട്ട് എന്ന് ഞാൻ ഓർപ്പിക്കുക. വായിക്കാം. 2 Corinthians 3:18 വായിച്ചു. 2 Corinthians 3:18 നമ്മൾ സാധാരണ വായിക്കാറുള്ളതാണ്. എന്നാൽ മൂടുപടം വാങ്ങിയ നിലത്ത് മുഖത്ത് യേശുക്രിസ്തുവിനെ കർത്താവ് യേശുവിനെ പ്രതിബിംബിക്കണം. ഒരു രക്ഷിക്കപ്പെട്ട ദൈവമായതിൽ എന്ത് ചെയ്യണം? മൂടുപടം നീങ്ങിയ മുഖത്ത്, അഥവാ ന്യായപ്രമാണത്തിന്റെ മൂടുപടം നീങ്ങിയ മുഖത്ത് എന്ത് ചെയ്യണം? കർത്താവ് യേശുവിനെ എങ്ങനെ പ്രതിബിംബിക്കണം? കണ്ണാടിയിൽ എങ്ങനെയാണ് പ്രതിബിംബിക്കുന്നത്? നമ്മൾ നോക്കിയാൽ നമ്മളെല്ലാം കാണുള്ളൂ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പൊ നോക്കുമ്പോൾ നമ്മൾ ആരെ കാണുന്നേ? നമ്മളെ. പകരം അതൊന്ന് ചേഞ്ച് വരണം. ഇത് ഈ കണ്ണാടി നോക്കിയാൽ നമ്മളെ കാണുള്ളൂ. പക്ഷേ വേറൊരു തേർഡ് പാർട്ടി, മൂന്നാമതൊരാൾ, നിങ്ങളെ അറിയുന്നോ അറിയാത്ത ഒരാൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളിലുള്ള ദൈവകൃപ അവർക്ക് കാണാൻ പറ്റുമോ? ഇതർത്ഥം. അതോ ഞാന് ഒരിക്കൽ നമ്മുടെ ഹോട്ടൽ വാർത്തയിരിക്കുമ്പോൾ ഒരു സഹോദരി റോട്ടിലൂടെ പോകുന്നുണ്ടായിരുന്നു. എന്റെ കൂടെ ഒരു സഹോദരനുണ്ട്. ഈ സഹോദരി ഒരു പാസ്റ്ററുടെ ഭാര്യ. എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ആ സഹോദരൻ മുഖത്തേക്ക് ഒന്ന് നോക്കിയെന്ന് ചോദിച്ചു. ഞങ്ങൾ വാർത്താനിക്കുന്നത് അവര് റോട്ടിലൂടെ പോകുന്നത്. ഞാൻ പറഞ്ഞു, നോക്കിയെന്ത്? ഈ ലോകത്തിലെ സകല ഭാരവും ബുദ്ധിമുട്ടും അവരുടെ മുഖത്ത് കാണാനില്ലെന്ന് ചോദിച്ചു. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? ടെൻഷനാണ് മുഖം. ഒരു ഫ്രീഡമില്ല അവർക്ക്. ലോകത്തിലെ സകല ഭാരം അവരുടെ തലയിലാണ്. എന്താ കാരണം? ഭാരം ചുമക്കാൻ ഒരാളില്ലാത്തതല്ലേ. എപ്പോഴാ നിങ്ങൾ നിങ്ങളുടെ ഭാരം വലുതായി തോന്നുന്നത്? നിങ്ങളുടെ വിഷയങ്ങൾ എപ്പോഴാ, സങ്കടങ്ങൾ എപ്പോഴാ വർദ്ധിക്കുന്നത്? നാത്തോറും ഭാരം ചുമക്കുന്ന ഒരു കർത്താവ് എന്നോട് കൂടെയുണ്ട്. എന്റെ കർത്താവ് എന്നെ അനാഥനായി വിടുകയില്ല. എന്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഒരമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ തീയിൽ കൂടെ നടന്നാലും ഞാൻ ഇരിക്കും, ജയിലിൽ കടന്നാലും ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. പെരുവെള്ളങ്ങളിലൂടെ പോകേണ്ടി വരുമ്പോൾ പേടിക്കണ്ട, അവനിന്റെ കവിയാതെ ഞാൻ തടുത്തു നിർത്തുന്നത്. ഭാരം ചുമക്കുന്ന ഒരു കർത്താവ് വ്യക്തിപരമായ ജീവിതത്തിൽ ഇല്ലാത്തതല്ലേ. എല്ലാ ഭാരവും നീ ചുമക്കുന്നതിന് കാരണം നീ പാട്ട് പാടുമ്പോഴോ, നീ പ്രാർത്ഥിക്കുമ്പോഴോ, നീ ഉപവസിക്കുമ്പോഴോ, നീ അന്യഭാഷ പറയുമ്പോഴോ, നീ ഭൂത പറയുമ്പോഴോ ഒക്കെയുമായിരുന്നാലോ നിന്റെ അകത്ത് ഭാരം കിടക്കുന്നു. നീ ഹൃദയത്തിൽ വളരെ ഭാരം അനുഭവിക്കുന്നു. എന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ അനുരൂപമുള്ള ആ സ്വരൂപം കാണിച്ചു കൊടുക്കുവാൻ കാണുന്നവർക്ക് കാണാം. ഇപ്പൊ ഞാൻ പറയാം, എന്റെ ഉള്ളിൽ ഭയങ്കര സങ്കടം, ഭയങ്കര ദുഃഖം, അതെന്റെ ജീവിതത്തെ സ്വാധീനിച്ചു. ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കാൻ നിൽക്കുക. നിങ്ങളെ ഒരുപക്ഷെ എന്നോട് ചോദിച്ചില്ലേലും അപ്പുറപ്പുറം പറയുന്നു, പാസ്റ്റർ ഭയങ്കര ദുഃഖത്തിലാണല്ലോ. ഞാൻ അങ്ങനെ വലിയ ഭാരം ദുഃഖം വന്നിട്ട് പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടാകുമോ? കാരണം എനിക്ക് പ്രശ്ന പരിഹാരം എത്തിച്ചിട്ടില്ലെന്നേ. എനിക്കൊരു ആശ്വാസമില്ല. എനിക്ക് ആശ്വാസമില്ലാത്ത കർത്താവിനെ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത്?
ഇന്ന് പകൽ മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിനെ പ്രതിബിംബിക്കണം. ആമേൻ. യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യണം? ആമേൻ, പ്രൈസ് ദി ലോർഡ്, പ്രതിബിംബിക്കണം. ഇനി റോമർ 8:5 വായിച്ചു. റോമർ 8:5 വേഗം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ചിന്തകളുടെ വ്യത്യാസം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ പിന്നെ എന്താണ്? ചിന്തകളുടെ വ്യത്യാസം. ഈ അടുത്ത അവസരത്തിലൊരു സഹോദരി, ഒരു അമ്മച്ചിയോ, വലിയ പ്രായമുള്ള അമ്മച്ചിയോ ഞാൻ ഇങ്ങനെ കണ്ടുമുട്ടി. വളരെ സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, പ്രാർത്ഥിച്ചിറങ്ങുന്ന നേരത്തെ പറഞ്ഞു, പാസ്റ്റേ ഒരു പ്രാർത്ഥന വിഷയമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? എന്തിനു വേണ്ടി? നമ്മുടെ അടുത്ത് ആരും അല്ലാട്ടോ, ഞാൻ അത് ചിന്തിക്കണ്ടേ? പ്രൈസിലോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? എന്റെ ചെറിയ മോൻ ഇതുവരെ വീടുണ്ടായിട്ടില്ല. അവരൊരു വീടുണ്ടായി കണ്ടിട്ട് എനിക്കത് മനസ്സിലാവും. അമ്മച്ചിയുടെ ആവശ്യം ന്യായമാണ് അല്ലേ? ചെറിയ മോൻ വീട് ഉണ്ടായിട്ടില്ല, ഇനി അവരൊരു വീടുണ്ടായി കണ്ടിട്ട് പിന്നെ എന്തിനാ മതി? അവിടെ സീറ്റ് ഉറപ്പിച്ചിട്ടല്ലേ ജിപ്പോയി ചെല്ലുമ്പോ അവിടെ നിവർത്തിട്ട് കൊടുക്കും. നിന്റെ ചിന്ത ആത്മാവിലായിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്തകൾ ആത്മീകമായിരിക്കണം. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മുടെ ആത്മീയരാണോ അല്ലയോ എന്ന് അറിയാൻ ഒരു സൂത്രവിദ്യയുണ്ട്. നമ്മൾ ആത്മീയന്മാരാണോ അല്ലയോ എന്ന് അറിയാൻ ഒരു സൂത്രവിദ്യ എന്താണെന്നറിയാം നിങ്ങൾക്ക്? എനിക്കും കാണിക്കണ്ട, ആർക്കും കാണിക്കണ്ട. നിങ്ങൾ വീട്ടിൽ പോയിട്ടൊരു കാര്യം ചെയ്യാം. ഈ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന വിഷയം കടലാസിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞതൊന്ന് ചിന്തിച്ച് അതിൽ ദൈവികമായ അംശത്തിലുണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾ ആത്മീയനാണോ ദൈവികനാണെന്ന് കാണാം. സ്തോത്രമൊക്കെ പോയോ നിങ്ങൾ? എല്ലാവരും സ്തോത്രം വാങ്ങിപ്പോയല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയം, ആ വിഷയം ഒരു കടലാസിൽ എഴുതി വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്ക്. അതിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളൊന്ന് കണക്കുകൂട്ട്. അതിൽ ദൈവിക ചിന്തകൾ അത്രയുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞു, ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് കർത്താവിന് പ്രാർത്ഥന പഠിപ്പിച്ചു. ഒരു കൂട്ടർ അതന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു കൂട്ടർ എന്ത് ചെയ്യാണ്? അതന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പണ്ട് ഹിന്ദിക്കാർക്ക് കൈക്കോട്ട് കളിക്കാനൊന്നും അറിയില്ല, നമ്മുടെ അവിടുത്തെ കളി അറിയില്ലല്ലോ. ഒരാൾ തെങ്ങിതരത്തിൽ കൊണ്ടുപോയിട്ട് 3 ഹിന്ദിക്കാരെ വിളിച്ചു. അവരോട് പറഞ്ഞു, ഹിന്ദി ഒന്നും അറിയില്ല, പറഞ്ഞോടൊക്കെ മനസ്സിലാവുന്നില്ല. അപ്പൊ അദ്ദേഹം ഒരു തറ എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ എന്ത് ചെയ്യാൻ കൈ കൊണ്ട് കാണിച്ചു കൊടുത്തു. അവര് പോയി. ഇയാൾ ഏകദേശം ഉച്ചയ്ക്ക് വരുമ്പോൾ അത് ഏകദേശം കിണറ് ഭാഗത്തിലും തെങ്ങ് മറിയാറൊക്കെ ഉണ്ട്. കാരണം അവരതന്നെ കളിച്ചോണ്ടിരിക്കുക. ഇതുപോലെ മറ്റൊന്ന് ചെയ്യാനാ പറഞ്ഞത്. പക്ഷെ അവരെന്താ ചെയ്ത്? അവർക്ക് മനസ്സിലായില്ല. അവരതന്നെ ഇതുപോലെ ചിലര് കർത്താവിന്റെ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ പ്രാർത്ഥന അല്ല അത്. പിന്നെന്താണ്? പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഇവണ്ണം, ആ വാക്ക് വിട്ടുപോയി. ഇവണ്ണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിലൊരു ഫോർമാറ്റ്, ഒരു ഇൻഡെക്സ് തന്നിട്ടുണ്ട്, ഒരു കാര്യം തന്നിട്ടുണ്ട്. കർത്താവിന്റെ പ്രാർത്ഥന അറിയുന്നവരൊന്ന് പറഞ്ഞ്, നിങ്ങൾ പലരും പഠിച്ചില്ലല്ലോ, ഒന്ന് പറഞ്ഞ്. അത് 7 വാചകമാണ്. ഒന്ന് പറഞ്ഞ്. ഒന്നാമത്തെ പ്രാർത്ഥന, സ്വർഗ്ഗസ്ഥനായ പിതാവേ. അത് എവിടേക്കുള്ളത്? നമുക്കുള്ളതാണോ? അതാണ് കേട്ടോ. അങ്ങോട്ട് പോയി. ഇനി നിന്റെ നാമം, അതോ നമുക്ക് വല്ല ഉണ്ടായില്ലേ? ഇല്ല, അതും പോയി. അടുത്തത്, നിന്റെ രാജ്യം വരണമേ. നമുക്ക് വല്ല വിഷയം ബന്ധം ഉണ്ടായില്ലേ? രാജ്യത്ത് കയറും, പക്ഷെ ആ വിഷയം. ഇനി അടുത്തത്, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ. അവിടെ എന്താ നമ്മുടെ റോള്? പ്രാർത്ഥനയുടെ നല്ല അംശം കഴിഞ്ഞു. ഇനി അടുത്തൊന്ന് പോ, അത് നമുക്ക് ഇഷ്ടപ്പെട്ടതാ. വായിച്ചു പറഞ്ഞു. ഞങ്ങളുടെ കടക്കാരോട് അതിന് വേറെ ആളെ നോക്കി പറഞ്ഞു. കടക്കാരോട് ക്ഷമിക്കണമെങ്കിൽ വേറെ ആളെ നോക്കണം. ഇന്ന് ഞാൻ പറയട്ടെ, നൂറ്റാണ്ടുകളായി കിടക്കുന്ന ജനിച്ചപ്പോ തൊട്ടിട്ടുള്ള വൈരാഗ്യ വിദ്വേഷം ഉള്ളിൽ വെച്ചിട്ട് ജീവിക്കുന്ന എത്ര വിശ്വാസികളുണ്ട്. ഒരു മാനസാന്തരവും, എത്ര വചനം കേട്ടിട്ട് ഒരു തകർച്ചയില്ലാതെ. പ്രൈസ് ദി ലോർഡ്. ഈ ക്ഷമിക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്ന് അറിയാവോ മക്കളെ? നമ്മൾ മറ്റൊരാളോട് ക്ഷമിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായോ? കാരണം നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഇന്ന് പകൽ മനസ്സിലായോ? കടക്കാരോട് മറ്റുള്ളവരോട് നീ ക്ഷമിക്കുന്നതേ നിന്റെ കടം ക്ഷമിച്ചു കിട്ടാനാ. മറ്റുള്ളവരോട് ജനിച്ചപ്പോ തൊട്ട് അങ്ങനെ പിച്ചി നുള്ളിന്നും പറഞ്ഞ് ഒരു കാര്യമില്ലാത്ത കാര്യത്തിലേക്ക് മസിലിൽ പിടിച്ചിരുന്ന് ഉള്ള ആരോഗ്യം ബലവും നഷ്ടപ്പെടുത്തി ആമേൻ വൈരാഗ്യം മാത്രമായിട്ട് സൂക്ഷിച്ചിട്ട് ആമേൻ നാം ജീവിക്കുമ്പോൾ ഇന്ന് പകൽ നാം ദൈവമക്കളായി തീരുന്നില്ല. നിന്റെ വേഗം അത് വായിച്ച് അവിടെ എത്രയെങ്കിലും മൊത്തം സമയമില്ല. ഞങ്ങൾക്ക് അന്നേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം. അത് കഴിഞ്ഞ പിന്നീട് സ്വന്തം കാര്യങ്ങൾ എത്ര ഉണ്ട് വല്ലതും ഉണ്ടാവും. നിങ്ങൾ പള്ളിയിൽ നിന്ന് വന്നതല്ലേ, ഞാൻ പെന്തക്കോസ്ത് പ്രതികരിച്ചത് എനിക്ക് തറിയില്ല. നിങ്ങളൊക്കെ ഒരുപാട് കാലങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാനും ടോണി ഒക്കെ ഇതിനുള്ള വ്യത്യസ്തമായിരുന്നു ബിനു അങ്ങനെ കുറച്ച് പേരെല്ലാം ഇരുന്ന് രക്ഷപ്പെട്ടുള്ളൂ. ടീന, ജോയില്, ബ്ലസ്സി, ഈ ചില ആൾക്കാർ ഞാൻ കഴിഞ്ഞാല് ഇവർക്ക് ഞാൻ ടോണി ബാക്കിയുള്ളവരെല്ലാം പള്ളിയിൽ പോയിട്ട് ഉപകാരിച്ചിട്ടൊക്കെ കടന്നു വന്നത്. നിങ്ങളെന്ന് പറഞ്ഞ് അതിൽ ഞങ്ങൾക്ക് അന്നേക്കുള്ള ആഹാരം തരണമെന്നൊഴികെ ഏതാണ് സ്വകാര്യ ആവശ്യം? യേശു ക്രിസ്തു ഈ വണ്ണം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പക്ഷെ നമ്മൾ യേശുവിനെ അങ്ങോട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ പ്രാർത്ഥന. ഇന്ന് പകൽ ദൈവമക്കളെ ഇതല്ല നിന്റെ സ്വകാര്യ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ദൈവം സകലതും അറിയുന്നു. ഒരു ദൈവഭക്തന്റെ ഉറപ്പ് എന്റെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സകല നന്മകളും എന്റെ പിന്നാലെ ഒരാൾ ചുമന്നുകൊണ്ട് വരുന്നുണ്ട്. സമയാസമയങ്ങളിൽ അത് അനുഭവിക്കുവാൻ സർവശക്തനാകുന്ന ദൈവം എനിക്ക് അവസരം ഒരുക്കും. ആത്മാവിൽ ചിന്തിക്കുക. ഞാൻ ഒരു കാര്യം കൂടി വേഗം പറയട്ടെ. ഇനി ആമിൻ അതിന്റെ യോഹന്നാൻ 5:1 യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം അവൻ യേശുവിനെ എന്തെന്ന് വിശ്വസിക്കണം? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്തും പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പേരിൽ വിശ്വസിക്കണം. പ്രാർത്ഥിക്കണം. ആലയിൽ ഇന്ന് പല നേതാക്കന്മാരും പോലെ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ അനുകരിക്കേണ്ട. അതല്ല പ്രമാണം. ഇവിടെ വചനം വ്യക്തതയോടെ എഴുതി വെച്ചിരിക്കുകയാണ്. യേശുവിന് എന്തായിട്ട് അംഗീകരിക്കണം? ക്രിസ്തു എന്ന്. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നതിന്റെ അടയാളം എന്താ? യേശുവിനെ ക്രിസ്തു. യേശു ക്രിസ്തു എന്ന് പറയണ്ടേ? ആ വാചകനല്ലോ. എന്താ? ആരാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ? ഉള്ളിത്തോട് പറ. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ. അപ്പൊ യേശുവിനെ ക്രിസ്തു എന്നത് വിശ്വസിക്കുന്നുവെങ്കിൽ നീ പ്രാർത്ഥിക്കേണ്ടത് യേശു ക്രിസ്തുവിനോടാണ്, യേശുവിനോടല്ല. യേശു ഭൂമിയിലുള്ള നിനക്കൊരു സന്തതി ജനിക്കും. ആ സന്തതിക്ക് പേരാണ് യേശു. യേശു ആമേൻ ഹല്ലേലൂയ. യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഹെരോദിനും യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? നീ ക്രിസ്തു ആണോ? നീ ക്രിസ്തു ആണോ? അപ്പൊ യേശുവിനോടല്ലേ ചോദിക്കുന്നത്, ക്രിസ്തു ആണോ എന്ന്. അപ്പോൾ ക്രിസ്തുവിനെയാണ് അവർ പ്രതീക്ഷിച്ചത്. അഭിഷക്തനാകുന്ന ഒരു രക്ഷിതാവിനെ അവർ കാത്തിരിക്കുന്നു. അതവർ ചോദിച്ചത് നീ ക്രിസ്തു ആണോ? ഇന്ന് പകൽ ദൈവത്തിൽ മനസ്സിലാക്കുക, തിരുത്തുക. നീ വീണ്ടും ജനിച്ചതിന്റെ ലക്ഷണം യേശുവിനെ ക്രിസ്തുവായി അംഗീകരിക്കുക. ആ വിപ്രീസോ ഞാൻ നോട്ടി തരുമ്പോൾ ആകെ ഒരുപാട് വാക്യങ്ങൾ അതിലുണ്ട്. വേഗം വായിക്കൊന്നു. യോഹന്നാൻ 2-3 വാക്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം വിടാം. വേഗത്തിൽ ഒന്ന് ഓടിപ്പോകുക. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നും തോറ്റ സാക്ഷി പറയല്ലേ. നീ ദൈവത്തിൽ നിന്നാണോ ജനിച്ചത് എങ്കിൽ എന്ത് ചെയ്യും? നീ ലോകത്തെ എപ്പോഴെങ്കിലും ജയിച്ചിട്ടുണ്ടോ? നമ്മുടെ പരീക്ഷ പേപ്പറൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ആൻസർ പേപ്പർ നിങ്ങൾക്ക് തിരികെ തന്നിട്ടുണ്ട്. എല്ലാവർക്കും 27ഓളം പേര് 25ഓളം പേര് പങ്കെടുത്തു. മിക്കവാറും എല്ലാവരും 2 പേരോടേക്ക് ബാക്കി എല്ലാവരും പങ്കെടുത്തു. നിങ്ങൾ അതിന് മാർക്ക് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മ ചിലരുടെ പകുതി എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം, അടുത്ത പ്രാവശ്യം ഇല്ല, ഈ പ്രാവശ്യം. ഇത് നിങ്ങൾക്ക് പ്രോത്സാഹനവും. നിങ്ങൾക്ക് കാരണം ഇതിലിരിക്കുന്ന പലരും ഇപ്പൊ നമ്മുടെ രാജിനെ പോലെയുള്ളവരും ലീലസൗരിയെ പോലുള്ളവർക്ക് വർഷങ്ങളായ സ്കൂളിൽ പഠനം നിർത്തിയവരല്ലേ. ഞാനൊക്കെ വർഷരാത്രിയായി പഠനം നിർത്തിയിട്ട്. അപ്പോ അവർക്കൊരു തുടക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനെ പോലെ തന്നെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 6, 7, 8, 9 4 അധ്യായം. ഈ ആഴ്ച 7 ദിവസമുണ്ട്. ഒരു അധ്യായം വായിച്ചിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ
തന്ന ഓരോ ദിവസവും അയച്ചു തരുന്ന ബൈബിൾ സ്റ്റഡിയിൽ നിന്നുള്ള ചോദ്യങ്ങളല്ലാതെ ഒറ്റ ചോദ്യം പുറത്തുനിന്നില്ല. സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ചോദ്യം അതിലിട്ടിട്ടില്ല. അവസാനത്തെ ഒരു ചോദ്യം പലർക്കും മനസ്സിലാകാതെ പോയി. പ്രൈസിലോട് കാഴ്ചയല്ല, പലരും മിക്കവർ 90% പേര് എഴുതിയത് കാഴ്ചയല്ല, വിശ്വാസത്തിലെ ജീവിക്കുന്ന പൗലോസിനെയും അപ്പോസ്തലനെയും യോഗജ്ഞാനിയും മോഹൻ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശ്വാസ ജീവിതം, കാഴ്ചയല്ലാത്ത ഒരു വിശ്വാസ ജീവിതം നിങ്ങൾ എങ്ങനെ നയിക്കുന്നു? അതായിരുന്നു അതിന്റെ ഉത്തരം. ചിലരെ കുറച്ചുകൂടെ സമാനമായിട്ട് എഴുതിയിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്, അത് അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയും, ജീവിതവുമായി ബന്ധപ്പെടുത്തിയുള്ള ഉത്തരമാണ്. മറ്റതെല്ലാം നിങ്ങൾക്ക് ഉത്തരം അവിടെയുണ്ട്. ബാക്കിയുള്ള 20 മാർക്ക് ഇപ്രാവശ്യം 25 മാർക്കാണ് കൺവേർഷൻ തെറ്റിയിട്ടതാണ്. അതേപോലെ തന്നെ ഒരു ചോദ്യം ഞാൻ അറിയാണ്ട് അതിൽ പ്രിന്റിൽ വന്ന് കയറി പോയിട്ടുണ്ട്. അതുകൊണ്ട് അത് തെറ്റിയാലും ഞാൻ കുഴപ്പമില്ല. ആദ്യത്തെ ത്രോവാസ് എന്ന് പറഞ്ഞ ഉത്തരവിട്ടവർക്കൊക്കെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന് താല്പര്യം, ഹല്ലേലൂയ, 4 അധ്യായത്തിൽ നിന്ന് ഒന്ന് വായിച്ചാൽ കണ്ടെത്താകുന്ന ഈ ക്വസ്റ്റ്യൻസിനൊന്നും വളരെ ലളിതമായ ഉത്തരങ്ങളെ ഉള്ളതിനാണ്. അവസാനത്തെ ഉത്തരം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടണം, നിങ്ങളുടെ ജീവിതവുമായി റിലേറ്റ് ചെയ്തിട്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് ആ പഠിച്ച വചനം കൃത്യമായ ആഴത്തിൽ അത്ര കയറി എന്ന് മനസ്സിലാക്കും. ഞാൻ പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം ലോകത്തെ ജയിക്കുക. ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിന്റെ ഇമ്പങ്ങളാണ്, ലോകത്തിന്റെ സ്റ്റാൻഡേർഡുകളാണ്. ലോകം വെച്ച ചില മാനദണ്ഡങ്ങളുണ്ട്. നാം അതിനോട് അനുരൂപപ്പെടുന്നവരല്ല, നാം ദൈവവചനത്തോട് അനുരൂപപ്പെടുന്നവരാണ്. നമ്മൾ അനുരൂപപ്പെടുന്നതിനോടാണ്, ദൈവവചനത്തിനോടാണ്. ലോകത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ലോകത്തെ നയിക്കുന്ന നിയമങ്ങളുണ്ട്, രാജ്യത്തിനൊരു നിയമമുണ്ട്, അല്ലേ? ഇപ്പൊ അത് വെച്ചിട്ടല്ലേ എല്ലാവരും ഇപ്പൊ ഓരോരുത്തരെ പിടിച്ച് കൊണ്ടുപോലും കൊടുക്കുകയും ചെയ്യുന്നത്. രാജ്യത്തിനൊരു നിയമമുണ്ട്. ഈ ഇന്ത്യൻ പൗരനായിരിക്കുന്ന വ്യക്തി ഇങ്ങനെ പോലെ ജീവിക്കണം, ഇന്ന കാര്യങ്ങൾ അവർക്ക് ലംഘനം വന്നാൽ ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഇന്ന ശിക്ഷ അവർക്ക് ഉണ്ടാകും. അതുകൊണ്ട് അതില്ലാതിരിക്കും ഇന്ന പോലെ ജീവിക്കണമെന്ന ഒരു നിയമം നമുക്കുണ്ട്. നിയമത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരു അർത്ഥമുണ്ട്, മനസ്സിലാക്കണം. നിയമം എനിക്ക് അറിയില്ലായിരുന്നു എന്നതുകൊണ്ട് അയാൾക്ക് ഇളവ് ലഭിക്കുകയില്ല. അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ സാധാരണ പറയില്ല, അറിയാണ്ട് ചെയ്ത് പോയി കർത്താവ്, അങ്ങനെ ഒരു ഇളവില്ലെന്ന്. പലരും ഒരു സൂത്രവിധി കാണുന്നതാണ്, കർത്താവ് ഞാൻ അറിയാതെ ചെയ്തു പോയെന്ന്. നിയമം നിങ്ങൾ അറിയാത്തത് കൊണ്ട്, നിങ്ങൾ അത് അനുഷ്ഠിച്ചില്ല എന്നാൽ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും. ശിക്ഷയിൽ നിങ്ങൾക്ക് മോചനമില്ലെന്ന് എല്ലാ രാജ്യത്തിന്റെയും ഭരണഘടന എഴുതി വെക്കുന്നു. അപ്പൊ നിങ്ങൾ വാക്കും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. എനിക്ക് അറിയില്ലായിരുന്നു എന്ന് അറിയണം. നീ ഇന്ത്യൻ പൗരനാണെങ്കിൽ ഇന്ത്യയിലെ കാര്യങ്ങൾ അറിയണം. എനിക്ക് ചെയ്യാകുന്നതും ചെയ്യരുതാത്തതും തിരിച്ചറിയണം. അതുപോലെ ദൈവവൈദ്യനാണെങ്കിൽ എനിക്ക് ചെയ്യാകുന്നതും ചെയ്യരുതാത്തതും നീ തിരിച്ചറിയണം. നീ എന്ത് ചെയ്യരുത്? ലോകത്തിൽ നിന്ന് ലോകത്തെ ജയിക്കണം, തിരിച്ചറിഞ്ഞ് ജയിക്കണം. ഇനി വേഗം വായിച്ചു 1 Yohana 3:9 ഒരു 2 വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. 1 Yohana 3:9 ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവവചനത്തിന് വിത്ത്. ദൈവവചനത്തിന് വിത്ത് എന്താണ്? ദൈവവചനത്തിന് വിത്ത് നമ്മുടെ അകത്ത് വസിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? പാപം ചെയ്യും. എന്നാൽ അതൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് മലയാളത്തിൽ. പാപം ചെയ്യുന്നില്ല എന്നുള്ളതല്ല, പാപത്തിൽ വസിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. എന്താണ് അർത്ഥം? പാപത്തിൽ വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പാപം ചെയ്താൽ അതിൽ തുടരില്ല, അവന്റെ അകത്തൊരു പശ്ചാത്താപമുണ്ട്. ഞാൻ അരുതാത്തത് ചെയ്തു. എന്റെ ദൈവഹിതത്തിന് ഞാൻ തൃശ്ശൂരടുത്ത് മൂർക്കൻ സ്ഥലം ഞാൻ പറയുന്നില്ല, ഒരു ശാപ വിഷയത്തിൽ സഹോദരൻ മരിച്ചു, ആത്മഹത്യ ചെയ്തു. കാരണം എന്താണെന്നറിയാമോ? താൻ ഒരു വലിയ കച്ചവടം നടത്തി നല്ല ലാഭം കിട്ടി. തന്റെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ബ്രോക്കറായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ആ സഹോദരൻ തനിക്ക് ഒരുപാട് കിട്ടിയപ്പോ പറഞ്ഞു, നമുക്ക് പോയിട്ടൊന്ന് ചെലവ് നടത്തണം. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു ചെലവ് നടത്തണം എന്ന് പറഞ്ഞ് തൃശ്ശൂർ ടൗണിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോ പറഞ്ഞു, നല്ലൊരു ബാറ് കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞു, നമുക്ക് ഇതിന് കയറാം. അയാൾ പണം കഴിയോ? ഞാൻ കുടിക്കില്ല, ഞാൻ മദ്യം കഴിക്കില്ല. അത് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. വേദോസിന്റെ വാക്യമുണ്ട്, മദ്യം കഴിക്കാമെന്ന്. നിങ്ങൾ വല്ലതും കണ്ടുണ്ടാ? അത് കാണണം. ആ സ്പിരിറ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് കണ്ടു തന്നെ കുടിക്കും.
ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, അവിടെ പറഞ്ഞ വാക്കിന്റെ അർത്ഥത്തിൽ നോക്കിയപ്പോ ഇത് കാണിച്ചു കൊടുത്തപ്പോ ഇയാൾക്കൊരടക്കം, ഈ അപ്പച്ചന് അവസാനം കൂടെ വന്ന മനുഷ്യൻ വാക്യം കാണിച്ചു കൊടുത്തു. അദ്ദേഹം അവരുടെ സഭയില് ഒരു മൂപ്പനും കൂടിയാണ്. നിർബന്ധിച്ചപ്പോ മൂപ്പനും കൂടി വചനത്തിൽ വാക്യത്തിന്റെ ഒരു കഷ്ണം കാണിച്ചു കൊടുത്തപ്പോൾ ആ മനുഷ്യൻ കുടിച്ചു, വീട്ടിലേക്ക് ചെന്നു. അയാളുള്ളിൽ ഭയങ്കര കുറ്റബോധം. അരുതാത്തത് ചെയ്തല്ലോ കർത്താവേ, അരുതാത്തത് ചെയ്തല്ലോ കർത്താവേ, എന്റെ ശരീരം മലിനമായല്ലോ, തെറ്റിപ്പോയല്ലോ ചിന്തിച്ച മനുഷ്യൻ പോയി തൂങ്ങിച്ചെന്നു. മാനസാന്തരപ്പെടാൻ കിട്ടിയില്ല, കുറ്റബോധം. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വിത്ത് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിസ്സാര പാപം വന്നാൽ പോലും നിങ്ങൾ ഡിസ്റ്റർബായിരിക്കും. ആ ഡിസ്റ്റർബാകുന്നില്ലെങ്കിൽ പേടിച്ചോ, നിങ്ങൾ അതിന് വൈകാതെ വെട്ടിമാറ്റപ്പെടും. ചിലരുടെ ജീവിതത്തിൽ ഒരു മനസാക്ഷി കുത്തുമില്ല. ദൈവത്തിന്റെ വചനം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒരു മനസാക്ഷി വെച്ചിട്ടുണ്ട്. ഒരു പൂച്ച ഒരു അണ്ണനെ പിടിച്ചാൽ, ഒരു കാക്ക ഇതിനെ പിടിച്ചാൽ, ഹല്ലേലൂയ. എനിക്കൊരു പണ്ട് ഒരു അണ്ണാക്കുഞ്ഞി ഉണ്ടായിരുന്നു. അതിനെ എവിടെ കിട്ടിയത്? അതിനെ ഞാൻ എടുത്ത് ഇങ്ങനെ പാലിക്കും കൊടുത്ത് അതിന് തൊലി വന്ന് കണ്ണു വിഴിഞ്ഞു ഓട്ടം തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ കൗതുകത്തിന് ഈ ടാങ്കിന്റെ അവിടെ കൊണ്ടുവന്ന് അതിന് താഴെ വെച്ച് അതിനിങ്ങനെ ചുറ്റുനാക്കി പിടിച്ചു. അതിന്റെ പിന്നാലെ വരുമ്പോ അതിന്റെ അടുത്തേക്ക് എത്ര ടെമ്പിൾ കാക്കുന്നുണ്ട്. കാക്കയ്ക്ക് അത് ഭക്ഷണം, എനിക്കത് പ്രിയ. എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കി. ഞാനാണ് വേദന കൊണ്ടുവരുന്നത്. കാരണം കാക്ക കുമ്പത്തിരിക്കുന്നത് ഞാൻ കണ്ടില്ല. കാക്കയ്ക്ക് അത് പാസ്റ്റർ ഇഷ്ടപ്പെട്ട സാധനമൊന്നുമല്ല. അത് എന്ത് ചെയ്തു, കിട്ടിയ പാടെ അതടിച്ചുകൊണ്ട് ഞാൻ കുറേയൊക്കെ കല്ലെടുത്തത് കുറേയൊക്കെ ഓടിയോ. എനിക്ക് അറിയില്ല. പിന്നെ അടുത്ത വീട്ടുകാരല്ലേ കല്ലെടുത്തത് കുറേ പേര് പുറത്ത് അവിടെ തന്നെ അവസാനിപ്പിച്ചു വിഷമത്തോടെ. ഇന്ന് പകൽ ദൈവത്തോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മുടെ പാപത്തിൽ തുടങ്ങി ഒരു മനസാക്ഷി കുത്ത പക്കാക്കിക്കൊണ്ടായില്ലല്ലോ, ഒരു കുത്തു അതിലില്ല. ഇതുപോലെ പല വിശ്വാസികളെന്ന് അന്യഭാഷ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോ തൊട്ട് അവസാനം വരെ പറയുന്ന പലർക്കും ഏത് അകൃത്യം ചെയ്താലും ഏത് പാപം ചെയ്താലും ഒരു കുറ്റബോധം വരുന്നില്ല. ദൈവത്തിന്റെ വിത്ത് അകത്ത് വസിക്കുന്നവനുണ്ടല്ലോ, പശ്ചാത്താപം ഉണ്ടാവും. ഓടിച്ചെല്ലും ക്രൂശിന്റെ ചുമത്തി. തെറ്റുപറ്റാത്തവരൊന്നും ഇതിന്റെ അകത്തില്ല, ഞാനില്ല. നമുക്ക് തെറ്റുപറ്റും, വീഴ്ച പറ്റും. ക്രൂശിന്റെ ചുവട്ടിലേക്ക് ചെന്നുകൊണ്ട് അവന്റെ പുത്രന്റെ ചോര സൗജന്യമായിട്ട് ഒഴുകുന്ന ചോരയിൽ നിന്ന് കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ അങ്ങനെ പാട്ട് പാടാറില്ല. എന്നാൽ CSI സഭകളൊക്കെയും അതുപോലെ തുടർന്ന സമുദായ സഭകളിലെ, അത് യാക്കോബക്കാരല്ല പറഞ്ഞത്, CSI മർത്തോമായ അതുപോലെ മെത്തോഡിസ്റ്റ് സഭകളിലേക്ക് പാടുന്ന പാട്ടുണ്ട്. കുടിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ഹിമമോ നിഷ്കളങ്കമോ നീ ആങ്കി കുടിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഒരു ശുദ്ധീകരണം ഉണ്ടാകപ്പെടും. എന്നാൽ അതിനെ ന്യായീകരിച്ച് പണ്ടൊരു പട്ടാമേ പ്രൈസ് ഹല്ലേലൂയ, ഓരോ നായി പന്നിയും കൂടിയിട്ട് യജമാനന്റെ വീട്ടിലേക്ക് വരുന്നു ചെന്നത്. അപ്പൊ യജമാനർക്ക് നല്ല രണ്ടു കൂട്ടർക്ക് നല്ല ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്തു. അവന് നല്ല തിളക്കുന്ന പാത്രത്തിൽ പട്ടിക്കും വെച്ചു, പന്നിക്കും വിട്ടു. പന്നി മണം പിടിച്ച് ഇങ്ങനെ നടക്കുക. പ്രൈസ് ദി ലോർഡ്. പട്ടി തിന്നു. പട്ടി ചോദിച്ചു, പട്ടിക്കുട്ടി ചോദിച്ചു, നീ എന്താ കഴിക്കാത്ത? ഇതെങ്ങനെ കഴിക്കണേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, നീ വായോടെ കഴിക്കുന്ന എങ്ങനെ മുമ്പേ കഴിച്ചത്? പക്ഷെ ഇതിങ്ങനെ കഴിക്കാൻ പറ്റില്ല. എങ്ങനെയാണ്? ഇതാ ചുരുങ്ങിയത്. പക്ഷെ ആ ചെടിക്കൊണ്ടനെ കൊണ്ടിട്ട് ഞാൻ പൊട്ടി കഴിച്ചിട്ട് വരാം. മനസ്സിലായല്ലോ? നല്ല പാത്രത്തിൽ കൊടുത്താൽ കഴിക്കില്ല. ചെടിക്കൊണ്ടി കൊണ്ടിട്ടാൽ നല്ല സ്വാദം കഴിക്കും. മൂപ്പർക്ക് അതിഷ്ടം. ചിലർക്ക് പാപം ചെയ്യാൻ മടിയില്ല, ജീവിതം ശുദ്ധീകരിക്കാൻ മടിയില്ല. ദൈവത്തിന്റെ വിത്ത് നിനകത്തുണ്ടെങ്കിൽ നിനക്കൊരു പക്ഷാതാപം ഉണ്ടാകും, ഒരു മാനസികവും നിനക്ക് കട്ടിയായി ജീവിക്കാൻ കഴിയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 5:17 കൂടെ വായിച്ചു. 1 കൊരിന്ത്യർ 5:17, 2 കൊരിന്ത്യർ 3:5-17 അതുകൂടി വായിച്ച് അവസാനിപ്പിക്കാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. അതാണ് മാറ്റുന്നത്. പഴയത് കഴിഞ്ഞു പോയി. പഴയത് എന്ത് ചെയ്യണം? വീട്ടിൽ വെക്കല്ലേ, കയ്യിൽ വെക്കല്ലേ. പഴയത് എന്ത് ചെയ്തു? ഇന്ന് പകൽ പഴയതെല്ലാം കഴിഞ്ഞു പോയി. ഈ 12 കാര്യങ്ങൾ
ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ അവൻ ഇതാണ് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവത്തിലുണ്ടാകുന്ന ആത്മീക വർധനവിന്റെ 12 ഭാഗം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ സ്വാധീനിക്കപ്പെടുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. അടുത്തൊരു ഭാഗത്തോടുകൂടെ ഇൻട്രൊഡക്ഷൻ ഭാഗം അവസാനിപ്പിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഞായറാഴ്ച നിങ്ങൾക്ക് പ്രിന്റൗട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ച് തരാൻ വേണ്ടിയാണ് മാറ്റിവെച്ച കോഴ്സ് തയ്യാറായിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് തരാം. ദൈവം നിങ്ങളെ ആശീർവദിച്ച് മറക്കട്ടെ. കണ്ണുകളാണ്